ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇക്വലൻസിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഇത് അറിയാതിരിക്കാം, പക്ഷേ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെ ഇത് ഇക്വലൻസ് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഇനിയും പുതിയതായിട്ട് വരുന്ന ടീച്ചേഴ്സിന് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്വലൻസിക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് നമ്മൾ ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ട് അത് എടുക്കുക എന്നുള്ളത്. അതാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അപ്പോൾ ജെന്യൂനിറ്റിനെ കുറിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജെന്യൂനിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇക്വലൻസിക്ക് വേണ്ടിയിട്ട് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം നമ്മളിവിടെ ഒരു പുതിയതായിട്ടൊരു ടീച്ചിങ് ജോബിൽ ഒരു പൊസിഷനിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വലൻസി എടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ആദ്യം തന്നെ വേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ ഹയർ ഡിഗ്രി, ഇപ്പോൾ PG ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും BEd ആണെങ്കിലും ഇതൊക്കെ തന്നെയും അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇന്ത്യൻ എംബസിയും UAE എംബസിയും അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒന്നിക്ക് നിങ്ങൾക്കിത് ഇവിടെ UAE തന്നെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്തിട്ടും കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അറ്റസ്റ്റഡ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ജെന്യൂനിറ്റി ചെയ്യാം. അപ്പോൾ നേരത്തെയൊക്കെ ഇത് IVS ഗ്ലോബൽ വഴി നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ട ചലാൻ എത്രയാണോ എമൗണ്ട്, ആ ചലാനൊക്കെ നമ്മൾ ഡയറക്റ്റ് പേ ചെയ്തിട്ട് IVS ത്രൂ ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്കറിയാം ഈ IVS ചെയ്തിട്ട് അതുവഴി ജെന്യൂനിറ്റി കിട്ടിയവർക്ക് ഇപ്പോൾ ഇക്വാലൻസി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ IVSലൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾ ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇക്വാലൻസിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജെന്യൂനിറ്റി. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഫ്രഷ് ആയിട്ട് ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ വഴിയോ അല്ല ക്വാഡ്രാബേ വഴിയോ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതല്ല, നിങ്ങൾ ഓൾറെഡി ജെന്യൂനിറ്റി എടുത്തിട്ടുണ്ട്, അതായത് IVS ത്രൂ നിങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇക്വാലൻസി എടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു റെഫറൻസ് നമ്പർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ IVSൽ എടുത്തിട്ടുള്ള ആ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യണം. അതൊക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ വഴി അല്ലെങ്കിൽ ക്വാഡ്രാബേ വഴി നിങ്ങൾക്ക് അത് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ രണ്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. രണ്ടിനും ഒരേ സ്റ്റെപ്സ് ആണ്, പക്ഷേ ഫ്രഷ് ആയിട്ട് ജെന്യൂനിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കുറച്ച് ചാർജ് കൂടുതലാണ്. ഓൾറെഡി IVS ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാഡ്രാബേ വഴി ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ട് കുറവാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എല്ലാം സംഭവങ്ങളൊക്കെ സെയിം ആണ്. ഓക്കെ, ഞാനിപ്പോൾ ക്വാഡ്രാബേ വഴി എങ്ങനെ നിങ്ങൾക്ക് ഒരു ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്വാഡ്രാബേയുടെ സൈറ്റ് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ക്വാഡ്രാബേ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. അതല്ലെങ്കിൽ നമ്മൾ MOE.quadrabay എന്ന് അടിച്ച് കഴിഞ്ഞാലും ക്വാഡ്രാബേയുടെ സൈറ്റ് വരും. അതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അതൊക്കെയും ഈ 5 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ജെന്യൂനിറ്റിയുടെ ആ ഒരു സ്റ്റെപ്സ് ഫില്ലാവുക. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ് ആദ്യത്തെ. അതിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ. രണ്ടാമത്തത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ. മൂന്നാമത് അതിൻ്റെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം. ലാസ്റ്റ് സമ്മറി ആൻഡ് ഓതറൈസേഷൻ, എന്നിട്ട് അതും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവസാനമായിട്ട് വരുന്ന സ്റ്റെപ്പാണ് പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കാണേണ്ടതെങ്കിൽ, ഓൾറെഡി ചെയ്തു വെച്ച ആപ്ലിക്കേഷനാണ് കാണേണ്ടതെങ്കിൽ മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ, നമ്മൾ പുതിയതായിട്ട് ചെയ്യുവാണല്ലോ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത വിൻഡോ ആയിട്ട് വരുന്നത്. പിന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഗെറ്റ് യുവർ വെരിഫിക്കേഷൻ, നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തന്നെ വേർ ഡിഡ് യു സ്റ്റഡി, അപ്പോൾ അവിടെ നമുക്ക് താഴെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ഏതാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ആ യൂണിവേഴ്സിറ്റി അതിലില്ലെങ്കിൽ, ഇഫ് യുവർ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ദർ, നമുക്ക് ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാനുവലി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഏതാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത് വാട്ട് ഈസ് ദ ഡിഗ്രി ലെവൽ, അതായത് നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രി, അതായത് ഏത് ഡിഗ്രി ആണോ നിങ്ങളിപ്പം ചെയ്യുന്നത്, അതായത് PhD ആണോ, മാസ്റ്റേഴ്സ് ആണോ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ബാച്ചിലർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതാണോ നിങ്ങളിപ്പോൾ വെരിഫൈ ചെയ്യുന്നത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വാട്ട് വാസ് യുവർ ഏരിയ ഓഫ് സ്റ്റഡി,
അതായത് നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് നിങ്ങളുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ നിങ്ങളുടെ അതിൽ സ്ക്രോൾ ചെയ്ത് പോയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദെൻ വെൻ ഡിഡ് യു സ്റ്റാർട്ട് ആൻഡ് കംപ്ലീറ്റ് യുവർ ഡിഗ്രി, അതായത് നിങ്ങൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും കൊടുക്കണം, എൻഡ് ചെയ്ത ഡേറ്റ് കൊടുക്കണം. ഡു യു ഹാവ് എ വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് ഫോർ, നിങ്ങൾ ഓൾറെഡി വെരിഫിക്കേഷൻ ചെയ്തതാണെങ്കിൽ ലൈക്ക് IVS എന്നൊക്കെ നിങ്ങൾ ചെയ്തതാണെങ്കിൽ ആ ലാസ്റ്റ് ഓപ്ഷൻ അവിടെ എസ് കൊടുക്കാം. അതല്ല നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നോ കൊടുക്കാം. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സാലറി നമ്മുടെ പേയ്മെൻറ്റിലാണ് ഡിഫറൻസ് വരുന്നത്. എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ വിൻഡോ. ഡു യു ഹാവ് എനി വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് ഇഫ് യുവർ ബാച്ചിലേഴ്സ് ഫോർ യുവർ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് യെസ് ഐ ഹാവ് എ വെരിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് ഫ്രം മൈ സ്കോളർഷിപ്പ് ആൻഡ് ഡേറ്റ് UAE നാഷണൽസ് ഓൺലി. പിന്നെ അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ IVS ഗ്ലോബലിന് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതില്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് ഓ നോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഐ ഹാവ് എ വെരിഫിക്കേഷൻ ഓൾറെഡി ഫ്രം ദ എംബസി. എൻ്റെത് അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം തന്നെ IVS കൊടുത്തതുകൊണ്ട് എംബസിയിൽ നിന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ നോന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടൊരു ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഫുൾ നെയിം, അതായത് പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫുൾ നെയിം ഉള്ളത് അതുപോലെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ദർ ഇസ് എ ഡിഫറെൻറ്റ് നെയിം ഓൺ മൈ യൂണിവേഴ്സിറ്റി ഡിപ്ലോമ. ഇൻ കേസ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള നെയിം ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ആകുമ്പം പുതിയൊരു ഓപ്ഷൻ വരും. അതായത് എങ്ങനെയാണോ യൂണിവേഴ്സിറ്റിയിലുള്ളത് അതുപോലെ കൊടുക്കാൻ. പിന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം, നാഷണാലിറ്റി കൊടുക്കാം, UAE റെസിഡൻ്റ് ആണോ വിസിറ്റർ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ എമിറേറ്റ്സ് ID നമ്പർ മാൻഡേറ്ററി ആണ്, അത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് കോപ്പി. അത് സ്കാൻ ചെയ്തിട്ട് അവിടെ ബ്രൗസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്പോർട്ടിലുള്ള പോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ ജെൻഡർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ പേര് കൊടുത്തിട്ടുള്ള ഇതാണ് വരുന്നത്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഡിഗ്രിയിലുള്ളതുപോലെ നിങ്ങളുടെ നെയിം, എവിടെയാണ് പഠിച്ചത്, അതായത് നേരത്തെ കൊടുത്ത കാര്യങ്ങളൊക്കെയാണ്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ. പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാനുവലി ടൈപ്പ് ചെയ്യുമായിരുന്നു. ഹയസ്റ്റ് ഡിഗ്രി ലെവൽ അച്ചീവ് ചെയ്തത്, പിന്നെ ഏരിയ ഓഫ് സ്റ്റഡി, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. പിന്നെ അപ്ലോഡ് ദ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ അപ്ലോഡ് ചെയ്യണം. അതായത് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അത് മാർക്ക് ലിസ്റ്റ് ഒക്കെ കൊടുക്കണം. എംബസി ലെറ്റർ, അതായത് ഞാൻ ഓൾറെഡി എംബസിയിൽ നിന്ന് ചെയ്തതായിരുന്നല്ലോ, അതുകൊണ്ട് ആ എംബസിയിൽ നിന്ന് കിട്ടിയ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജെന്യൂനിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളുടെ പേയ്മെൻറ്റും കൂടി കഴിഞ്ഞാൽ ഇതൊരു കുറച്ചൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ചിലർക്ക് വേഗം കിട്ടും. ഏകദേശം എനിക്ക് കിട്ടാൻ ഒരു 2-3 മാസമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് ഉടനെ നിങ്ങൾക്ക് ഇക്വാലൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇക്വാലൻസി നിങ്ങൾക്ക് പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇക്വാലൻസിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.